നല്ല ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന രമേശ് ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. രമേശിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് രമേശിന് അറിയില്ലായിരുന്നു. ഇൻ്റർവ്യൂവിന് വേണ്ടി HR മാനേജറുടെ റൂമിലേക്ക് പോയ രമേശിനോട് HR മാനേജർ അയാളെപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. എനിക്ക് താങ്കളെപ്പറ്റി കൂടുതലൊന്നും അറിയണമെന്നില്ല, താങ്കൾക്ക് ഈ ജോലി വേണമെങ്കിൽ താങ്കൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. എന്താണ് അത് എന്ന് രമേശ് ചോദിച്ചപ്പോൾ HR മാനേജർ പറഞ്ഞത് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ ലാപ്ടോപ്പ് തനിക്ക് വിൽക്കണമെന്നാണ്. ഇത് കേട്ടപ്പോൾ രമേശ് ആദ്യം ഒന്ന് പതുങ്ങി. എന്നാൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം രമേശ് ആ ലാപ്ടോപ്പും എടുത്ത് HR മാനേജറുടെ റൂമിൻ്റെ വെളിയിലേക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് HR മാനേജർ രമേശിനകത്തേക്ക് വിളിക്കുന്നു. എന്നാൽ രമേശ് അവിടെയൊന്നുമില്ലായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും രമേശിനെ ആ പരിസരത്തൊന്നും കാണാതായപ്പോൾ HR മാനേജർ ഒന്ന് പേടിച്ചു തുടങ്ങി. കമ്പനിയുടെ ചുറ്റിലും അന്വേഷിച്ചിട്ടൊന്നും രമേശിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പേടി തോന്നിയ HR മാനേജർ രമേശിനെ അങ്ങോട്ട് ഫോൺ ചെയ്യുന്നു. ഫോൺ എടുത്ത രമേശ് പറഞ്ഞത്, ഞാൻ അധികം ദൂരമൊന്നും പോയിട്ടില്ല, ഇതിനടുത്ത് തന്നെയുണ്ട്. താങ്കളുടെ ഈ ലാപ്ടോപ്പ് വളരെയധികം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കമ്പനിയുടെ വളരെ വിലപിടിപ്പുള്ള ഫയലുകളെല്ലാം തന്നെ ഈ ലാപ്ടോപ്പിനകത്ത് ഉണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഈ ലാപ്ടോപ്പ് നിങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അല്ല എങ്കിൽ ഞാൻ ഈ ലാപ്ടോപ്പിലെ ഡേറ്റയെല്ലാം ഫോർമാറ്റ് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഈ ഒറ്റ സംഭവത്തിലൂടെ HR മാനേജറിന് രമേശിൻ്റെ കോൺഫിഡൻസ് വ്യക്തമാവുന്നു. രമേശിന് ആ ജോലി ലഭിക്കുന്നു. ഒരു നിമിഷം നമ്മളായിരുന്നു രമേശിൻ്റെ സ്ഥാനത്ത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. രമേശ് കാണിച്ച അത്രയും കോൺഫിഡൻസ് ഒരുപക്ഷെ നമ്മൾ കാണിക്കുമായിരുന്നോ? സത്യം എന്തെന്നാൽ 99% ആളുകളും ഈ കോൺഫിഡൻസ് കാണിക്കാൻ സാധ്യതയില്ല എന്നതാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതൊരു ഇൻബോൺ ടാലൻ്റ് ഒന്നുമല്ല. പലരും ഈ കോൺഫിഡൻസിനെ പലപ്പോഴും കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. രമേശ് പോലും തൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ ഭയം കൊണ്ടാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോയത്. എന്നാൽ തനിക്ക് ജോലി വേണമെന്ന ദൃഢനിശ്ചയം രമേശിനുള്ളത് കൊണ്ട് തന്നെ രമേശിന് ലഭിച്ച ടാസ്ക് രമേശ് ഏതറ്റം വരെയും കോൺഫിഡൻറ്റോടെ ചെയ്യാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ്. രമേശിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് രമേശ് ജനിച്ചപ്പോൾ മുതലുള്ള കോൺഫിഡൻസ് ഒന്നുമല്ല, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് രമേശ് കോൺഫിഡൻ്റായി ബിഹേവ് ചെയ്തു എന്നത് മാത്രമാണ്. പലപ്പോഴും ആളുകൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അല്ല എങ്കിൽ ഒരു പൊതുവേദിയിലൊക്കെ വളരെയധികം കോൺഫിഡൻ്റായി സംസാരിക്കാനോ പെരുമാറാനോ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ സാധിക്കില്ല. അവർ പലപ്പോഴും അവരുടെ ഷൈനസ് വിട്ടുമാറാത്ത രീതിയിലായിരിക്കും പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ തന്നെ. ഇത് കാരണം പലർക്കും ഒരുപാടധികം പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് സഹായിക്കുന്ന ചില ടിപ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. നല്ല മാർക്കോടുകൂടി കോളേജ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തിട്ടും കഴിവിനനുസരിച്ചൊരു ജോലി ലഭിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ സഹായകരമായ ഒരു പ്ലാറ്റ്ഫോമാണ് റീലെവൽ. അൺഅക്കാഡമിയുടെ റീലെവലിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഡ്രീം ജോബ് വെറും 15 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് റീലെവലിൻ്റെ വെബ്സൈറ്റിൽ കയറി സൈൻ അപ്പ് ചെയ്തതിന് ശേഷം റീലെവൽ നൽകുന്ന ഫ്രീ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലയിൽ 50 ലക്ഷം രൂപ വരെ വർഷം സാലറിയായി ലഭിക്കാവുന്ന ജോലികളാണ് റീലെവൽ വഴി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. റീലെവൽ ഒരുക്കുന്ന ഈ ഫ്രീ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി റീലെവലിൻ്റെ തന്നെ വെബ്സൈറ്റിൽ ഒരുപാടധികം മോക്ക് ടെസ്റ്റുകളും സാമ്പിൾ പേപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇവയുടെ സഹായത്തോടെ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ക്രെഡ്, ഏർബൻ കമ്പനി, 1mg, മീഷോ, യാത്ര, പേടിഎം, അപ്ഗ്രാഡ് തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് കമ്പനീസിലാണ് നമുക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ കോളേജ് ഡിഗ്രിയോ മാർക്ക് ലിസ്റ്റോ വീഡിയോ റെസ്യൂമെയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ജോലി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഓൾറെഡി ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ റീലെവലിൻ്റെ സഹായത്തോടു കൂടി അടുത്ത ജോലിയിൽ 50% സാലറി ഹൈക്കും ലഭ്യമാക്കാവുന്നതാണ്. ഇതൊന്നും പോരാതെ എല്ലാ മാസവും റീലെവലിൻ്റെ മന്ത്ലി അച്ചീവേഴ്സ് ലീഡർ ബോർഡിൽ ഇടം നേടുന്നവർക്ക് മാക്ബുക്ക്, ഐഫോൺ, ആപ്പിൾ വാച്ച് തുടങ്ങിയ എക്സൈറ്റിംഗ് പ്രൈസസും റീലെവൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാനായി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് റീലെവൽ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ഫ്രീ ടെസ്റ്റ് രജിസ്റ്റർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുക. ആദ്യത്തേത്
കോപ്പി അണ്ടിൽ ഇറ്റ് ബിക്കംസ് റിയാലിറ്റി. ഫേമസ് സിംഗറായിട്ടുള്ള റിഹാന പറഞ്ഞിട്ടുള്ളത് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്നാണ്. നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രസൻറ്റിൽ തന്നെ ആ രീതിയിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് സ്വയം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് റിഹാന തന്നെ തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. മാത്രമല്ല തനിക്ക് പൊതുവേദികളിൽ പോകുമ്പോൾ പാനിക് അറ്റാക്സ് വരെ വന്നിരുന്നു എന്ന് റിഹാന പറയുന്നുണ്ട്. എന്നാൽ ഇത് മാറ്റിയെടുക്കാനായി റിഹാനയെ സഹായിച്ചത് അവരുടെ ഒരു സുഹൃത്തായിരുന്നു. ലൈവ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ഭയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. പലപ്പോഴും ഇങ്ങനൊരു ഭയം വരാനുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തതിനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത കുറേ ആളുകളെ ഒരുമിച്ച് കാണുന്നതുകൊണ്ടായിരിക്കും. അതിനെ ഓവർകം ചെയ്യാനായി നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സൗഹൃദ വലയത്തിലുള്ള ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത് കേട്ട് റിഹാന തൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് കണ്ടെത്തുകയും ആ ഗ്രൂപ്പിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. പരിചയമുള്ള ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ റിഹാനയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കോൺഫിഡൻ്റായി തന്നെ പെർഫോം ചെയ്യാൻ റിഹാനയ്ക്ക് സാധിച്ചു. പതിയെ ഈ കോൺഫിഡൻസ് റിഹാന തനിക്ക് അപരിചിതരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോഴും കണ്ടെത്താൻ ശ്രമിച്ചു. ഈ രീതിയിൽ അവർക്കില്ലാതിരുന്ന കോൺഫിഡൻസിനെ ഫേക്ക് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ തുടക്കകാലത്തിലൊക്കെ പെർഫോം ചെയ്തിരുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് കരുതി നമുക്ക് ഒരിക്കലും അത് ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്ന് കരുതരുത്. റിഹാന പറഞ്ഞതുപോലെ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. നമ്മുടെ റിയാലിറ്റി അതാവുന്നത് വരെ അത് നമ്മൾ കോപ്പി ചെയ്ത് ശ്രമിക്കുക. രണ്ടാമത്തേത് ടോക്ക് ലെസ് ആൻഡ് ബി കാം. ചില ആളുകൾ അവർ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നത് പോലൊക്കെ പെരുമാറുകയും ഒക്കെ ചെയ്യും. ഈ രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കോൺഫിഡൻ്റായി പെരുമാറുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കോൺഫിഡൻ്റ് അല്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും വളരെ കാമായി ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അയാൾ ഒരിക്കലും മറ്റുള്ളവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ കോൺഫിഡൻ്റ് ആയി കാണുന്നു എന്ന് കരുതാനോ ഒന്നും ശ്രമിക്കാറില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ കോൺഫിഡൻ്റ് ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഉണ്ടാവുന്നില്ല. അവരുടെ വാക്കുകൾക്ക് മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തിനും യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കില്ല. അതേസമയം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളുകൾ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾ ആ വ്യക്തിയെയും അവർ പറയുന്ന കാര്യങ്ങളെയും അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നു. മൂന്നാമത്തേത് ഡെവലപ്പ് ഹൈ വാല്യൂ സ്കിൽസ്. ജീവിതത്തിൽ നല്ല രീതിയിൽ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ഉള്ള ആളുകൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഇല്ലാത്ത കാരണത്താൽ അവരുടെ കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജായി മാറിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കാത്തത് വലിയൊരു ശതമാനം ആളുകളുടെയും കോൺഫിഡൻസ് ലെവലിനെ പാടെ കുറയ്ക്കുന്നു. എന്നാൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഹോൾഡ് ഉള്ള ഒരാൾ, നല്ല രീതിയിൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അയാളുടെ കോൺഫിഡൻസ് ഒട്ടും തന്നെ കുറയാതെ നല്ല രീതിയിൽ തന്നെ ആളുകൾക്കിടയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് കോൺവെർസേഷണൽ ഇംഗ്ലീഷ് പോലുള്ള ഹൈ വാല്യൂ സ്കിൽസ് പഠിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നല്ല രീതിയിൽ ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അവരുടെ കോൺഫിഡൻസ് ലെവലും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. നാലാമത്തേത് സ്റ്റോപ്പ് ബീങ് പെർഫെക്റ്റ്. ലിമോണി സ്നിക്കറ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് വി വെയിറ്റ് അണ്ടിൽ വി ആർ പെർഫെക്റ്റ് വിൽ ബി വെയിറ്റിംഗ് ഫോർ ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ്സ് എന്നാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് വളരെ പെർഫെക്റ്റായി ചെയ്യണമെന്ന ഒരു പെർഫെക്ഷനിസം ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ പലർക്കും അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും നല്ല രീതിയിലുള്ളൊരു തൃപ്തിയോ സാറ്റിസ്ഫാക്ഷനോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്രയും പെർഫെക്റ്റായൊന്നും ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നതാണ്.
ദി ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ഡു ഈസ് ടു ഗിവ് അവർ ബെസ്റ്റ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റായി ചെയ്യണമെന്ന് കരുതുന്നതിന് പകരം അതിൽ ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ മാത്രം ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 4 കാര്യങ്ങൾ. തീർച്ചയായും ഇത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ തന്നെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക.